അന്യോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡൈനാമിക് കിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്ററാമിനെ പറ്റിയിട്ടാണ്. നവംബർ 12 ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് എയർ ചെയ്തത്. എല്ലാ ബുധനാഴ്ചകളിലും വ്യാഴാഴ്ചയിലുമാണ് ഇത് എയർ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ ടൈം നൈറ്റ് 8:30 നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആവുക. ജങ്കിയങ്ങും ആനന്ദ്ജിനുമാണ് മെയിൻ ക്യാരക്ടേഴ്സ്. സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ജങ്കിയങ് പ്ലേ ചെയ്യുന്ന ഗോങ് ജി ഹ്യോക് എന്ന് പറയുന്ന ക്യാരക്ടറും ആനന്ദ്ജിൻ പ്ലേ ചെയ്യുന്ന ഗോദാരി എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിൽ ജെജുദോയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അവിടെ വെച്ചിട്ട് കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാവുകയും അവർക്ക് തമ്മിൽ ഇഷ്ടം തോന്നുകയും ചെയ്യണം പരസ്പരം. ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റില്ല, വൺ നൈറ്റ് കിസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് കേസ് ഹി ഫോൾസ് ഹാർഡ്. പിന്നീട് ഗോങ് ജി ഹ്യോക്കിന്റെ ഫാദറിന്റെ കമ്പനി ആയിട്ടുള്ളത് ഒരു ബേബി പ്രൊഡക്ട്സിന്റെ കമ്പനിയാണ്. അപ്പോൾ അവിടെ അവൻ ടീം ലീഡർ ആയിട്ട് വരികയാണ്. അവൻ എന്ന് പറയുന്നത് ഒരു 6 വയസ്സുള്ള മക്കളുടെ അമ്മമാരുടെ ഒരു ടീം ലീഡർ ആയിട്ടാണ് വരുന്നത്. അവിടെ വെച്ചിട്ട് അവൻ വീണ്ടും ഗോദാരിനെ കണ്ടുമുട്ടുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അവൻ മനസ്സിലാക്കാണ് അവൾക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട്, ഒരു മകനും 6 വയസ്സായിട്ടുള്ള ഒരു മകനും. അപ്പോൾ അവന് ഭയങ്കര ബിട്രയൽ തോന്നുകയാണ്. എന്നിട്ട് പിന്നെ അവിടെ നടക്കുന്ന അവരുടെ ഒരു കോൺവെർസേഷൻസ് വർക്ക് പ്ലേസിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ അതാണ്. ബട്ട് സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഈ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പറഞ്ഞിട്ടാണ് അവൾ ആ ജോലിക്ക് കയറുന്നത്. ബട്ട് ഇവൻ ടീം ലീഡർ ആയ കാരണം ഇവൾക്ക് ഇവനോട് സത്യം തുറന്ന് പറയാനും സാധിക്കില്ല. അങ്ങനെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഹാപ്പൻ ചെയ്യാണ് അവിടെ വെച്ചിട്ട്. ഭയങ്കര തമാശയും ഇന്റിമേറ്റ് മൊമെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. അവരുടെ കെമിസ്ട്രി എന്ന് പറയാൻ ഭയങ്കര ഒരു നമുക്ക് ഇങ്ങനെ ബിലീവബിൾ ആയിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ്. സെക്കൻഡ് ലീഡ്സും ഉണ്ട്. അതായത് അവളുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന കിം സോനു എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറും അതുപോലെ ഗോങ് ജി ഹ്യോക്കിന്റെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചിട്ടിരിക്കുന്ന യുഹായ് എന്ന് പറയുന്ന പെൺകുട്ടിയും തമ്മിലുള്ളത്. ഇതൊരു 14 എപ്പിസോഡ്സ് ഡ്രാമയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പഴയ കെ ഡ്രാമയുടെ ടേസ്റ്റ് ഒരു റോം കോം കുറേ ആയി കാത്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ റോം കോം നന്നായി എൻജോയ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഡ്രാമ. ഫോർ മീ ഇറ്റ്സ് എ 10 out of 10.